ഒരേ സംഭവം രണ്ടാളുകൾ അനുഭവിക്കുകയാണ്. പക്ഷേ ഒരാൾ മാത്രം ട്രോമയിലോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നേരിടുന്ന 2 പേർക്ക്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ നേരിടുന്ന 2 പേരെ സംബന്ധിച്ച് 2 പേർക്കും ഇത് ഏൽപ്പിക്കുന്ന ആഘാതം 2 അളവിലായിരിക്കാം, 2 ഇൻറ്റൻസിറ്റി ആയിരിക്കാം. ഒരാളെ വല്ലാതെ അത് ബാധിക്കുമ്പം മറ്റൊരാൾ അത്ര കണ്ട് ബാധിക്കാതിരിക്കാം. ചിലപ്പോൾ ഒരാൾക്കതൊന്നും ബാധിക്കാത്തൊരു അനുഭവമായി മാറിയേക്കാം. നമ്മൾ അതിന് നൽകുന്ന അർത്ഥമാണ് ഒരു ഇവൻറ്റ്, നമ്മളെ ഏൽപ്പിക്കുന്ന ഒരാഘാതം. ഒരാളുടെ പെരുമാറ്റമാകാം, നമുക്കെതിരെയുള്ളൊരു ആക്രമണമാകാം, അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഓർമ്മയാകാം, ഒരു ഇൻസിഡൻ്റ് ആകാം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രോമാറ്റിക് ഇവൻറ്റ് സംഭവിക്കുമ്പം ആ ഇവൻറ്റ്, ആ സംഭവത്തിന്, ആ പെരുമാറ്റത്തിന്, ആ പ്രത്യേക ഇൻസിഡൻറ്റിന് നമ്മൾ നൽകുന്ന അർത്ഥമാണ് യഥാർത്ഥത്തിൽ അതൊരു ട്രോമയായി പിൽക്കാലത്ത് നമ്മൾ വേട്ടയാടുന്നത്. നമ്മൾ എന്ത് അർത്ഥമാണ് അതിന് കൊടുക്കുന്നത്, നമ്മൾ എന്ത് ഇൻ്റർപ്രിട്ടേഷനാണ് അതിന് കൊടുക്കുന്നത്. ആ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അതിനെ അങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനുള്ള ഒരു സ്വാഭാവിക പ്രേരണ, നൈസർഗിക വാസന നമ്മളിലുണ്ടാകും. അത് എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചൈൽഡ്ഹുഡിന് വലിയൊരു റോൾ അതിൻ്റെ അകത്തുണ്ട്. ഈ ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മൾ എന്ത് അനുഭവങ്ങളിലൂടെയാണ് ജീവിച്ച് ആ നിമിഷം വരെ എത്തിയിട്ടുള്ളത്, ആ ജീവിതാനുഭവങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഇവൻറ്റിനെ നമ്മൾ കാണേണ്ടുന്നത്. ദാരുണമായ, വേദനാജനകമായ, ട്രൊമാറ്റിക്കായ ഓരോ ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോഴും അതിന് നമ്മൾ നൽകുന്ന അർത്ഥവും സ്വയം അവനവനെ തന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതെല്ലാം ചേർന്നാണ് അതൊരു ട്രോമയായി പിൽക്കാലത്ത് നമ്മളെ ബാധിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അനുഭവ പരമ്പരകളിലൂടെ കടന്നു വരുന്ന, ആ നൈരന്തര്യത്തിലൂടെ കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് പിന്നീടുണ്ടാകുന്ന ഓരോ അയാൾക്ക് അൺഫെയറായി തോന്നുന്ന ഇവൻറ്റുകളും ഇൻസിഡൻറ്റുകളും അയാൾ പഴയതിൻ്റെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട്, തെറ്റായ മനസ്സിലാക്കലിൽ നിന്നുകൊണ്ട് ഇതിനെയും തെറ്റായി ഇൻ്റർപ്രിറ്റ് ചെയ്യും. ഈ ഇൻ്റർപ്രിട്ടേഷൻ തനിക്കെതിരാക്കും. അപ്പോൾ സമ്പൂർണ്ണമായും ജീവിതത്തിലുടനീളം താൻ എല്ലായ്പ്പോഴും തിരസ്കരിക്കപ്പെടുന്നുവെന്നോ, ആക്രമിക്കപ്പെടുന്നുവെന്നോ, മറ്റൊരാൾ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല എന്നോ, താൻ ഇനഫല്ല എന്നോ ഒക്കെയുള്ള ഒരു തെറ്റായ തിരിച്ചറിവിലേക്ക്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇയാൾ എത്തും. മിസ്ഇൻ്റർപ്രിട്ടേഷനാണ് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിലേക്ക് ഇയാൾ എത്തിക്കുന്നത്.